ഹായ്, ഞാനിടുന്ന വീഡിയോസിനെല്ലാം ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. പരമാവധി എല്ലാ വീഡിയോയ്ക്കും വരുന്ന കമൻറ്റ് അതനുസരിച്ച് മറുപടി കൊടുക്കാറുമുണ്ട്. പക്ഷേ ഇപ്പം ലോങ് വീഡിയോ ഇടുമ്പോഴത്തേനും ഫുള്ളായിട്ട് ആരും കാണാതെ പകുതിയും പിന്നെ അല്ലെ എൻ്റെ മെയിൻ എന്താണെന്ന് അറിയാനായിട്ടും ഇങ്ങനെ മാറ്റി മാറ്റി നോക്കിയിട്ട് വന്നേച്ചിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യും. ദൈവത്തെ ഓർത്ത് ഞാൻ ഒരുപാട് ലോങ് ആയിട്ടൊന്നും ഈ വീഡിയോ ചെയ്യാറില്ല. കൂടി വന്നാൽ ഒരു 7 മിനിറ്റ് അല്ലെ 8 മിനിറ്റ് കൂടുതൽ പോകുന്ന ഒരു വീഡിയോസും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയുടെ കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനുള്ള റീപ്ലൈ തരാൻ വേണ്ടിയാകട്ടോ ഞാൻ വന്നത്. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാതെ വന്നിരുന്നിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് അതെടുത്ത് ചെയ്യുന്നതുമല്ല. അതായത് എൻ്റെ ചെറുപ്പകാലമൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. അമ്മയുടെ അച്ഛൻ പ്രഗത്ഭനായ ഒരു ജ്യോത്സ്യനായിരുന്നു. അമ്മ ആണും പെണ്ണുമായിട്ട് എൻ്റെ അമ്മ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ജ്യോത്സ്യം എല്ലാം ഒരു ഏകദേശമൊക്കെ ഈ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ നാട്ടിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ അച്ഛനെ അറിയാവുന്നവരാണ്. കരിപ്പാപ്പറമ്പിൽ കൊച്ചുകുഞ്ഞ് നാരായണൻ നായർ എന്നാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേര്. അവിടെ നിന്നും പകർന്നു കിട്ടിയ ഒരു അനുഗ്രഹമായി എനിക്ക്. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛനും കുറേയൊക്കെ അറിയാവുന്ന ആളുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ വന്നിരുന്ന ഒരു തമാശയ്ക്കോ ഒരു നേരം പോക്കിനോ ഒരു വ്യൂസ് കൂട്ടാനായിട്ടോ അല്ലെ ആൾക്കാരിൽ തെറ്റിദ്ധാരണ പടത്താനോ ഒന്നും വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഈ വീഡിയോ, ഈ 8 മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ ദയവായിട്ട് മുഴുവനുമായിട്ടൊന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അതുപോലെ തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ 12 എന്നുള്ളൊരു വീഡിയോ, അത് പല യൂട്യൂബർമാർ തന്നെയല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു 1-2 ജ്യോത്സ്യന്മാരും എൻ്റെ ഈ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ, നല്ല കാര്യം. അവരിടുന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾ മുഴുവനെ ഒന്ന് കണ്ടു നോക്കുന്നേ, എന്നുവെച്ചിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. ഇന്നലെ ഇട്ട വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് പേരുടെ കമന്റ് ഞാനിപ്പം വായിക്കാവേ. സ്ഥാപനത്തിലാണേലും ഇങ്ങനെ ചെയ്താൽ മതിയോന്ന് മിഥുനെന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചിട്ടുണ്ട്. മോളെ, സ്ഥാപനം എന്ന് പറഞ്ഞാൽ പല ബിൽഡിംഗ് ഇങ്ങനെ ആണെങ്കിൽ അത് പറ്റത്തില്ല. അല്ലാതെ ഒറ്റ നില കെട്ടിടം നമ്മൾ സ്വന്തമായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് 4 ചുറ്റും സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന എന്ത് കച്ചവടമാണോ അല്ലെ എന്ത് ബിസിനസ്സാണോ അതിൻ്റെ മെയിൻ ഹാളിൽ 4 കോണുവശം ഉണ്ടല്ലോ, ഇങ്ങനെ ഏതൊരു മുറിക്കും 4 മൂലവശം ഉണ്ടല്ലോ, ആ മൂലവശത്ത് ഇതുപോലത്തെ ക്ലിപ്പ് 4 ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക, ഇങ്ങനെ തൂക്കിയിടുക. പിന്നെ 5ാമത്തെ ക്ലിപ്പ് നമ്മുടെ മെയിൻ ഡോറയിലും മുകളിൽ ഇങ്ങനെ ചെയ്യുക. അപ്പൊ ഞാൻ 5 പൊതിയല്ലേ പറഞ്ഞത്, ഇതിലെ 5 പൊതിയും ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് വലം വെച്ച് ഓരോ പൊതിയും നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യം ഓർത്ത് തൂക്കിയിടണം. 7 ദിവസം കഴിഞ്ഞിട്ടേ മാറ്റാവുള്ളൂ. അപ്പം നോയമ്പും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന്. പിന്നെ സ്ഥാപനമാകുമ്പോൾ മെയിനായിട്ട് വേറൊരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ നെഗറ്റീവ് എനർജി പോകാനായിട്ട് നമ്മൾ രാവിലെ വന്ന് കട തുറന്ന് കഴിഞ്ഞാലുടൻ വിളക്ക് പോലും, വിളക്കായിക്കോട്ടെ തിരി ആയിക്കോട്ടെ, കത്തിക്കുന്നതിന് മുമ്പ് കേടുപാടൊന്നുമില്ലാത്ത ഒരു ചെറുനാരങ്ങ ഒന്നെങ്കിൽ നല്ല ചില്ല് ഭരണിയിൽ നമുക്ക് പുറത്ത് കാണണം, അല്ലെങ്കിൽ ചില്ല് ഗ്ലാസ്സിൽ ഇട്ടിട്ട് നിറച്ച് വെള്ളം ഒഴിക്കുക. നെഗറ്റീവ് എനർജിയൊക്കെ ഉറപ്പായിട്ട് മാറും. അതിൻ്റെ അകത്ത് വൈകിട്ട് നോക്കുമ്പോഴത്തേനും ഉറുമ്പുകളൊക്കെ വന്ന് കയറിയിരിക്കും. ഈ നാരങ്ങ പിറ്റേ ദിവസം ഉപയോഗിക്കരുത്. ഇതേപടി നമ്മൾ കൊണ്ടുപോയി പടിഞ്ഞാറ് വശത്ത് കമത്തി കളയണം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. എനിക്കൊരു തെറ്റ് പറ്റിയതേ സിന്ധു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സിന്ധു, ഒരുപാട് നന്ദി. പ്ലാസ്റ്റിക് കവർ കത്തിക്കാൻ പാടില്ല, അത് മാറ്റിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഹായ് ദീന ചോദിച്ച് ചെമ്പകം മുറ്റത്ത് നിൽക്കുന്നത് നല്ലതാണോ എന്നാണ്. പക്ഷേ ദീന, ഒറ്റ കാരണവശാലും നടുമുറ്റത്ത് ചെമ്പകം നിൽക്കുന്നത് കൊള്ളത്തില്ല. അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗത്തും കിഴക്ക് വശത്തും കൊള്ളത്തില്ല. ബാക്കി 2 വശത്തും നിന്നോട്ടെ, സൂപ്പറാകട്ടോ. ബീന, ഇന്നലെ ഇട്ട വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ലെന്ന് എനിക്ക് കമന്റ് വായിച്ചപ്പോഴേ മനസ്സിലായി. ഞാൻ ഒരിക്കലും 4 പാക്കറ്റ് എന്നല്ല പറഞ്ഞ, 5 പാക്കറ്റ് ഉണ്ട്. 5 പാക്കറ്റും നമുക്ക് വെളിയിൽ വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വെളിയിൽ തന്നെ വെക്കണം 7 ദിവസം. അപ്പൊ ഒന്നുകൂടെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ചേച്ചി, നമ്പർ ഒന്ന് തരുമോ എന്ന് മീനു ചോദിച്ചിട്ടുണ്ട്. മോളെ, നമ്പർ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാവരും തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി വരും. ആൾക്കാർ പറയല്ലേ എനിക്ക് ജാടയാന്ന്. അതുകൊണ്ട് മോളുടെ നമ്പർ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മോളുടെ എന്ത് സംശയവും കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ അതിന് തക്ക മറുപടി തന്നോളാം കേട്ടോ.
അതുപോലെ തന്നെ മഞ്ജു എന്ന് പറയുന്ന ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഫ്ലാറ്റിൽ താമസിക്കുന്ന ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടല്ലോ എന്ന്. അപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഏതൊക്കെ ആയാലും നമുക്ക് പുറത്ത് പോയി ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്നവർ നമ്മൾ മെയിൻ ഹാളിൻ്റെ 4 മൂലവശവും, ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇത് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, 4 മൂലയിലും ഇതുപോലെ ഓരോ ക്ലിപ്പ് തൂക്കിയിടുക. ഈ 4 പാക്കറ്റ് ഈ 4 മൂലയിലും തൂക്കിയിടുക. 5ാമത്തെ പാക്കറ്റ് നമ്മുടെ മെയിൻ ഡോറില്ലേ, ആ മെയിൻ ഡോറിൻ്റെ ഏറ്റവും പൊക്കത്തിലായിട്ട് ഇങ്ങനെ ഈ ക്ലിപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഇതേലും തൂക്കിയിടുക. പരമാവധി കൊച്ചുപിള്ളേരുള്ളവർ പരമാവധി മോളി വേണം തൂക്കിയിടാനായിട്ട്. തൂക്കി കഴിഞ്ഞാൽ പിന്നെ 7ാമത്തെ ദിവസം വൈകിട്ട് നമുക്കിതെടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം ശുദ്ധവൃത്തിയോട് തന്നെ വേണം ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരുപാട് പേർ എന്നോട് ചോദിച്ച ഒരു കാര്യത്തിനാണ് ഞാൻ ഈ മറുപടി പറഞ്ഞത്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക. ഈ ഒരു കമന്റ് കണ്ടിട്ട് എനിക്ക് ചിരിയും സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നത്. എന്താന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് വിറകടുപ്പില്ലല്ലോ എന്നാണ് ഷീല ചോദിച്ചേക്കുന്നത്. മോളെ, ആവശ്യക്കാരന് ഔചിത്യമില്ല. നമ്മുടെ മൺചട്ടി ഇല്ലേ, പൊട്ടിപ്പോയ മൺചട്ടി, അതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കാണൂല കത്തുന്ന, അതിട്ട് കത്തിച്ചിട്ട് ഇതിട്ടാൽ മതി. വേറെ എങ്ങും നമ്മൾ വിറകടുപ്പ് തപ്പി പോകണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുള്ളവർ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഇതുപോലെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് കമന്റ് ബോക്സിൽ കാണാവേ. കമന്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം.